കാത്തിരുന്ന് അങ്ങനെ ആ സുന്ദര നിമിഷം വന്നെത്തി. ഇവളെന്താ തള്ളിമറിക്കുന്നത് എന്ന സ്ഥിരം ഡയലോഗ് ഞാൻ ഇപ്പോഴും വിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ യാത്ര പോവുകയാണ് കണ്ണൂരിൻ്റെ ദസറ കാണാൻ വേണ്ടി. കണ്ണൂരിൻ്റെ സ്വന്തം ദസറ. കണ്ണൂർക്കാരി ആയതുകൊണ്ട് പറയുന്നതല്ല, നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളാണ് കൂടുതലായിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്യുക. അവർക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമായിരിക്കും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ മഴ ചതിച്ചു മക്കളെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കുടയൊന്നും എടുക്കാണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് മഴ നല്ലപോലെ പെയ്തിട്ട് വെള്ളം ഉണ്ടായിരുന്നു റോഡിലെല്ലാം. അതുകൊണ്ട് നടക്കാനെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് ഹാഫ് സാരിയിൽ ഉടുത്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേങ്കിൽ ചളിയിലിങ്ങനെ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ മനസ്സ് തെച്ചു. അതാണ് നാളെ ഞാൻ ഇതെല്ലാം കഴുകിയെടുക്കണം എന്നാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീട്ടമ്മമാരുടെ സ്വതവേയുള്ള ചിന്തയിൽ പെടുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. എൻ്റെ ചിന്തയും അതുപോലെ തന്നെയാണ് ഉണ്ടായത്. പിന്നെ അതിലും ഞാൻ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞ് ഇതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ സാധാരണ ഉത്സവപ്പറമ്പിലുള്ളതുപോലെ തന്നെ ബജിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി. സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുമില്ല, കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ടുമില്ല. പൊതുവേ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനെല്ലാം കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് പാട്ടും കേട്ട് പതുക്കെ നമ്മൾ കോഫി ഹൗസിലേക്ക് വിട്ടു. മസാല ദോശ ഇല്ലാണ്ട് പിന്നെ എന്ത് കാര്യം. പുറത്തിറങ്ങിയാൽ കോഫി ഹൗസിൽ നിന്നൊരു മസാല ദോശ വല്ലപ്പോഴും കഴിക്കാറുണ്ട്. പിന്നെ മസാല ദോശയും കഴിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. അടുത്ത മഴ വരുന്നതിനിടയിൽ വീട്ടിലെത്തണ്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കൂടെ കാണുമല്ലോ. ടാറ്റാ ബൈ ബൈ.